ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചുമേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇലയൊക്കെ ഇങ്ങനെ കീറിയെടുക്കുകയാണേ. എന്തിനാണെന്നല്ലേ, ആ ഇല വെച്ചിട്ട് നല്ലൊരു സംഭവം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുക്കണം കേട്ടോ. ഈ പത്തിരിപ്പൊടിയില്ലേ, വറുത്ത പത്തിരിപ്പൊടി, അതോ അല്ലെങ്കിൽ മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ആ അരിപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം, ഒരുപാട് ചൂടാവരുത്, നമുക്ക് കൈയിട്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂട് മതി കേട്ടോ. ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. കുഴച്ചിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കണ പോലെ കട്ടയായിട്ട് കുഴയ്ക്കരുത്, കുറച്ച് ലൂസായിട്ട് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് എനിക്ക് മൈദയുടെ സംഭവമാണ് ഇഷ്ടം കേട്ടോ, മോൾക്ക് അരിപ്പൊടിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. നമ്മൾ ഈ ഓണത്തിനൊക്കെ ഉണ്ടാക്കില്ലേ, ഇലയട, ഓണത്തപ്പന് വയ്ക്കാനായിട്ട്, അതാണ് സംഭവം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച്, ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ടൈറ്റായിട്ട് കുഴയ്ക്കരുത്, ഇച്ചിരി നല്ല ലൂസായിട്ട് കുഴയ്ക്കണം. എന്നാൽ ദോശമാവ് പോലെ ആയിപ്പോരുത്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അമ്മ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കി തരണം കേട്ടോ. ഇങ്ങനെയുള്ള പലഹാരങ്ങളല്ലേ, ഇഡ്ഡലി, ദോശ, അട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചിലപ്പം മൈദയായിരിക്കും, ചിലപ്പോൾ ഗോതമ്പ് പൊടിയായിരിക്കും, എപ്പോഴും അരിപ്പൊടിയൊന്നും ആയിരിക്കില്ല. കാരണം അന്ന് ഇതുപോലെ മില്ലിലൊന്നും പൊടിയൊക്കെ പൊടിച്ച് ഇങ്ങനെ കിട്ടാൻ, റെഡിമെയ്ഡ് കിട്ടാനൊക്കെ പാടാണ്. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തെടുക്കുകയല്ലേ, അപ്പം അതിൻ്റേതായ ആ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അട ഉണ്ടാക്കണം തോന്നിയാൽ ഉടൻ തന്നെ നമുക്ക് അരിപ്പൊടി എടുത്തു കുഴച്ചു ഉണ്ടാക്കാം. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അരിപ്പൊടി വറുത്തൊക്കെ പൊടിച്ചൊക്കെ എടുക്കണം. അങ്ങനെ ഇങ്ങനെ റെഡിമെയ്ഡ് കടകളിൽ കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലൂസാക്കി കുഴച്ച് നമ്മുടെ ആ ഇലയിലേക്ക് ഇങ്ങനെ പരത്തിയെടുക്കുക, കൈ വെച്ചിട്ട്. അത് പരത്താനൊരു ഇത്തിരി പാടാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് വരും. അതിങ്ങനെ കൈ വെച്ചിട്ട് പതുക്കെ പരത്തി ആ ഇല നിറച്ചാക്കണം. ആക്കിയിട്ട് അതിനകത്ത് ഞാൻ തേങ്ങയും ശർക്കരയും കൂടെയാണ് വെച്ച് കൊടുക്കണേ. എന്നിട്ട് മറ്റേ ഭാഗം ഇങ്ങോട്ടേക്ക് അടച്ച് അത് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ദോശക്കല്ലിൽ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാലും സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ, ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ മോൾ ഇവിടെ നിൽപ്പുണ്ട്. മോളോട് ഞാൻ മോളെന്തോ ചോദിക്കാനുണ്ട്, അപ്പം അതിന് മറുപടി പറയാം. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, മോൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ പൊടി വറുത്ത പൊടിയല്ലേ, അപ്പോൾ അത് അന്നേരം തന്നെ അത് കുക്കായിട്ടുണ്ട് കുറേ. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 8 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കത് വെന്തോന്ന് നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അത് സ്റ്റീമറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് പതുക്കെ ആ ഇല ഒന്ന് നീക്കി നോക്കുമ്പം ആ ഇല അതിൽ നിന്ന് വിട്ട് വരണം. അന്നേരം നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് കേട്ടോ. എന്നിട്ട് അത് അതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ചായയും ഈ അടയും മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് മറന്നിരിക്കുന്ന ഒരു പലഹാരം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊക്കെ വല്ലപ്പോഴേ ഓർക്കുമ്പോഴാണ് ഞാനത് ഉണ്ടാക്കുന്നത്. കാരണം മോളിങ്ങനെ പറയുമ്പോൾ അയ്യോ അങ്ങനെ ഇലയുടെ ഉണ്ടല്ലോ നമുക്കതുണ്ടാക്കാം എന്ന് പറയുമ്പോഴാണ് ചെയ്യണത്. അങ്ങനെ മറന്നിരിക്കണ ഒരു പലഹാരമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും രാവിലെ നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുട്ടികൾക്ക് ആണെങ്കിലും രാവിലെ ഇതൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. തലേ ദിവസം ഇത് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം, സ്റ്റീം ചെയ്ത് വയ്ക്കാം. എന്നിട്ട് രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് രാവിലെ ഒരുപാട് ജോലിയില്ലാതെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് ഇലയൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, മറ്റേത് പതുക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. കാരണം എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇത് തലേ ദിവസം വൈകിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ പിള്ളേർക്ക് കൊടുക്കാൻ വളരെ എളുപ്പമല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ പറയണം കേട്ടോ. ഇതെന്തായാലും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മോളത് കഴിക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ.